എല്ലാ തലത്തിലും മനസ്സിലാകാനും എല്ലാമുള്ള സാഹചര്യം ഈ എല്ലാവർക്കും അതെ അതെ, പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. 18-ാം പടി അലങ്കരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ച് നിർത്തിയപ്പോൾ 18-ാം പടി കഴുകി വൃത്തിയാക്കി ഇനി കൊണ്ട് അലങ്കരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞ് നിർത്തിയതായിരുന്നു. ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതാണ്. ഓരോരുത്തരായി ഇറങ്ങി വന്ന് വലിയ ഹാരം, 18-ാം പടിയുടെ ഇരുവശങ്ങളിലായി ഹാരം വെച്ച്, ജമന്തി ഹാരമാണത്, അത് വെച്ച് അതിൻ്റെ ചുട്ടിയായി താമരമൊട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അലങ്കരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 18-ാം പടിയുടെ ഇരുവശത്തുമായി ഹാരങ്ങൾ കെട്ടി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18-ാം പടിക്ക് കൂടുതൽ 18-ാം പടിയുടെ സൗന്ദര്യം കൂടുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തുന്നു. അതിനിപ്പോൾ നമുക്ക് തത്സമയം പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. 18-ാം പടിയുടെ ഇരുവശത്തും ഓരോരുത്തരായി ഇറങ്ങി വന്ന് ജമന്തി ഹാരം കൊണ്ട് അലങ്കരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി മറ്റ് ചടങ്ങുകൾ 18-ാം പടിക്ക് താഴെ നടക്കാൻ പോകുന്നത്. അതായത് ഈ തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു സംഘം പുറപ്പെടും. അവർ ഇവിടെ വന്നാണ് അനുഗ്രഹം വാങ്ങി ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ അല്പസമയം കൂടി കഴിയുമ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ അലങ്കാര പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഏറെ നേരം ഈ കഴുകി വൃത്തിയാക്കുന്ന ചടങ്ങ് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഇനി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്ന അലങ്കാര പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.